എല്ലാവർക്കും ടി കെ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ ടി കെ വ്ലോഗിന്റെ വീഡിയോ വേറൊന്നുമല്ലേ, നമ്മളെ നാട്ടിന്റെ അരിയത്തുള്ളൊരു വെള്ളച്ചാട്ടം കാണാൻ പോവാന്നേ. ഇപ്പൊ അടുത്ത് ഇൻസ്റ്റഗ്രാം റീലിലൂടെയെല്ലാം ഫേമസ് ആയ ഈന്തുള്ളാറ വാട്ടർഫാൾസിലേക്കാണ് ഇന്നത്തെ ടി കെ വ്ലോഗിന്റെ യാത്ര. പോകുന്നത് ഒറ്റക്കല്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാനും ഉണ്ട്, അർജുവേട്ടനും ഉണ്ട്, ഫിദലേട്ടനും ഉണ്ട്. ഈ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൈവേലിയിൽ നിന്ന് വണ്ണാത്തിപ്പൊയിൽ കായക്കോടി റോഡ് വരുമ്പോൾ ഈന്തുള്ളാറ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയല്ലേ വഴി അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, നമ്മുടെ ചങ്ക് ബ്രോയും അതുപോലെ തന്നെ ഈ നാട്ടുകാരനുമായ രസിലണ്ണനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വിളിച്ചപാട് തന്നെ നമുക്കൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഫുൾ സപ്പോർട്ടായിട്ട് അണ്ണ അന്നേരം തന്നെ നമ്മുടെ സ്ഥലത്തെത്തി നമ്മളോടൊപ്പം പോന്നിട്ടുണ്ടേ. ഇങ്ങനെയുള്ള സൗഹൃദങ്ങളാണ് നമ്മളെ വീഡിയോയ്ക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. അങ്ങനെയാണ് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് ഇങ്ങി. ഞാനും കീഞ്ഞിട്ടുണ്ട്. എനക്കൊരു പേടിയുണ്ടേനു നമ്മളെ ഫോണാറ്റം വെള്ളത്തിൽ വീണു വരാന്ന്. കാരണം അത്രയും വൈക്കലിയാണ് ഇതിലൂടെ അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ. എങ്ങനെയോ അപ്പുറം എത്തിയിട്ടുണ്ട്. ഈ റോഡൊക്കെ കണ്ടിട്ട് ഇതിലൂടെയൊക്കെ വണ്ടിയൊക്കെ പോകുന്നു തോന്നുന്നു കേട്ടോ. ഞങ്ങൾ എന്തായാലും മെയിൻ റോഡ് മേലെ വണ്ടി വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാലും മക്കളെ, ഒരു അടാറ് വൈബ് സ്ഥലം തന്നെയാണ് നമ്മുടെ ഈന്തുള്ളാറ വാട്ടർഫാൾസ്. നമ്മളിവിടെ ഇതിന്റെ അരിയത്ത് എത്തി നോക്കുമ്പോൾ ഏകദേശം നമ്മൾ വയനാട് പോയൊരു ഫീലിംഗ് തന്നെയാണ്. നല്ല അത്രക്കും തണുപ്പും കാര്യങ്ങളും ഒരു വേറൊരു ലെവലിലേക്ക്, നമ്മുടെ മൈൻഡിനെല്ലാം വേറൊരു ലെവലിലേക്ക് എത്തിക്കേ. നമ്മൾ അണ്ണൻസിതാ ഇവിടുന്ന് ഡ്രോണിന്റെ പരിപാടികൾ നോക്കുക. നമുക്ക് ഇത് മാത്രമല്ല കേട്ടോ കാണാനുള്ളത്. അങ്ങ് ഉള്ളോട്ട് പോയാലേ ഒരു സ്ഥലവും കൂടി നമ്മൾ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളോടൊരു റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് ലൈക്കും ചെയ്യണേ. നിങ്ങളുടെ നാട്ടിലും ഇതുപോലുള്ള വാട്ടർഫാൾസുകളുണ്ട്, ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വീഡിയോൻ്റെ പ്രചോദനം. ഇവിടെ നിങ്ങൾ എന്തായാലും വരുമ്പോൾ മഴക്കാലത്തന്നെ വന്നു കേട്ടോ. മഴക്കാലത്ത് വന്നാൽ വേറൊരു അടാറ് ലെവൽ വൈബ് തന്നെയാണ് കേട്ടോ ഇവിടുന്ന് ലഭിക്കുക. അപ്പോൾ രസിലേട്ടൻ പറഞ്ഞു കുറച്ചുകൂടി മേലോട്ട് പോയാൽ ഇതിലും രസം ഉണ്ടാവുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നീങ്ങി. നമുക്കങ്ങനെ മേലെ എത്തിപ്പെടാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും നമുക്ക് തോന്നിക്കില്ല കേട്ടോ. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായാലും നമുക്കൊരു നഷ്ടം ഉണ്ടാകുന്നില്ല. കാരണം അത്രയും ഗംഭീരായ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ എത്തിപ്പെട്ടത്. നമുക്ക് മേലോട്ടേക്ക് എത്താൻ കുറച്ചും കൂടി നടക്കാനുണ്ട് കേട്ടോ. ഇവിടുന്ന് താഴേന്ന് എനക്കാന്ന് തീരെ നടക്കുവാനാവുന്നില്ല. കാരണം നമ്മൾ എവിടെ പോകുന്നതെങ്കിലും വണ്ടിയിൽ തന്നെയല്ലേ. ഓട്ടോറിക്ഷയിലായതിനു ശേഷം ഇപ്പം തീരെ നടത്തുമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് തളർന്നു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിലൂടെ നടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ട റബ്ബറിൻ്റെ കേട്ടോ. റബ്ബറും കവുങ്ങാണെന്ന് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. പിന്നെ ഞാൻ ആലോചിച്ചത്, നമ്മളെ നാട്ടിൻ്റെ അരിയത്ത് ഇങ്ങനൊരു വാട്ടർഫാൾസ് ഉണ്ടായിട്ട് നമ്മളെന്തേനു അറിയാഞ്ഞത് എന്നാണ്. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറയുന്നത് ഒറ്റക്കാര്യാണ്. എന്തായാലും നിങ്ങൾ ഈന്തുള്ളാറ വാട്ടർഫാൾസ് എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ടോപ്പ് വ്യൂ പോയിന്റിൽ എത്തി കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് നേരത്തെ തളർച്ചയൊന്നും വേസ്റ്റ് ആയിക്കില്ല എന്ന് മനസ്സിലായത്. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണ് മക്കളെ ഇത്. നിങ്ങൾ കാണുന്നില്ലേ ഏതാ വൈബ്. അതുകൊണ്ടാ മക്കളെ ഞാൻ ആദ്യം പറഞ്ഞേ നിങ്ങൾ എന്തായാലും ഇവിടെ വരണമെന്ന്. കൊടും കാട്, അതിൻ്റെ നടുവിലൊരു വെള്ളച്ചാട്ടം. എൻ്റെ മക്കളെ ഒരു രക്ഷയില്ലേ. അതാണ് മക്കളെ ഇമ്മള ഈന്തുള്ളാറ വാട്ടർഫാൾസ്. അപ്പം ഫ്രണ്ട്സ്, ഇതാ ഞാനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അണ്ണൻസ് ഉണ്ട് ബേക്ക്. അപ്പോൾ അവരോട് ഒന്ന് എൻജോയ്മെൻറ്റ് ചെയ്യട്ടെ നമ്മളെ. എന്തായാലും അടാർ വൈബ് സ്ഥലം തന്നെയാണ്. നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളും നമ്മുടെ ഈന്തുള്ളാറ വാട്ടർഫാൾസിലേക്ക് വന്ന് ഇവിടെ നല്ല എൻജോയ്മെൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് താഴോട്ടേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രണ്ട്സ് അവിടെ എത്തിയിട്ടുണ്ട്.
ഞങ്ങൾ നേരെ ഓരെയും കൂട്ടിയിട്ട് നേരെ താഴോട്ടേക്ക് പോയി. ഇനി കുളി അവിടെ നിന്നാവാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നാലെ നടത്തം വെള്ളത്തിലൂടെ. അത് വേറൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ. എൻ്റെ കൂടി വന്നിട്ടുള്ളത് എൻ്റെ യൂട്യൂബ് ചാനലിന് എന്നെയും ഏറെ സപ്പോർട്ട് ചെയ്യുന്ന സഹായിക്കുന്ന നമ്മുടെ 3 ചങ്ക് ബ്രദേഴ്സായ അർജുവേട്ടനും രസിലേട്ടനും ഫിദലേട്ടനുമാണ്. ചെറിയൊരു അപകടം മനസ്സിലാക്കി ഞങ്ങൾ വെള്ളത്തിലൂടെ ഉള്ള യാത്ര നേരെ വന്ന വഴി തന്നെയാക്കിയേ. അങ്ങനെ ഇതിലൂടെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ വന്ന വഴിയിലേക്ക് കയറി. അപകടം വേറൊന്നുമില്ല, നല്ല വൈക്കലുണ്ട്. വൈക്കലിച്ച് വീണാൽ എന്തായാലും തലയടിക്കും, അത്രക്കും പാറയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്ന വഴി തന്നെ തിരിച്ചു പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവസാനം നമ്മുടെ 2ാം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചങ്ക് ബ്രോസ് അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവരോടൊപ്പം ഒരു കുളിയൊക്കെ പാസ്സാക്കി. അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു നമ്മുടെ ഈന്തുള്ള വാട്ടർഫാൾസിൽ പോയപ്പോൾ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോരെ. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.